നമുക്കിന്ന് റോമാലേഖനം 8-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കാം. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചായിരുന്നത് ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ദൈവത്തിന്റെ ഹിതം നമ്മൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെന്നുള്ളതാണ്. മുമ്പേ നമ്മൾ നടന്നതിനെ കുറിച്ച് എഫേസ്യരിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. പക്ഷെ ഇനിയും നമ്മൾ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. തുടർന്ന് 15-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. റോമർ 8:15: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. ദാസ്യത്വത്തിന്റെ ആത്മാവ് എപ്പോഴും ഒരു ഭയത്തിലായിരിക്കുന്നതാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു വീട്ടുപണിക്കാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ഭാഗത്ത് എപ്പം വീഴ്ച ഉണ്ടായാലും അവർക്കൊരു ഭയങ്കര ഭയം ഉണ്ടാവും. ഉദാഹരണത്തിന്, വിലപിടിപ്പുള്ള ഒരു പാത്രം ആളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാൽ ആൾക്ക് ഭയങ്കര ടെൻഷനും ഭയവും ഉണ്ടാവും. അതേസമയം ഒരു മകന്റെയോ മകളുടെയോ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോവുകയാണെങ്കിൽ അവരുടെയും രണ്ട് ഭയം തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ദാസന്റെ ഭയം എന്നെ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഒരു പുത്രിയുടെ ഭയം, ആ ഒരു ഭയം ഉണ്ടാവത്തില്ല. എന്നെ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ള ഭയം ഉണ്ടാവത്തില്ല. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ഒരു പക്ഷേ ശിക്ഷ ലഭിച്ചേക്കും, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ വായിക്കുന്ന, നമ്മൾ ഭയപ്പെടാൻ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തില് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 4:16: ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. അവിടെ താഴോട്ട്: സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവനിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഈ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകത ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിയുറച്ചതായിരിക്കും. ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ഒരാന്തരിക ബോധ്യം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതിനൊക്കെ എനിക്ക് ശിക്ഷ കിട്ടിയെന്നിരിക്കാം, പക്ഷെ ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ഞാൻ ദൈവ പൈതലാണ്. ഈ ഒരു ദൈവസ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഉറച്ചവരല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഭയത്തിലായിരിക്കും ജീവിക്കുന്നത്. ഈ ലിവിങ് ബൈബിളില് അത് കുറച്ച് നമുക്ക് മനസ്സിലാകത്തക്ക ലളിതമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ലിവിങ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വി നോ ഹൗ മച്ച് ഗോഡ് ലവ്സ് us because we have felt his love and because we believe him when he tells us that he loves us dearly. God is love, and anyone who lives in love is living with God and God is living with him.
17-ാം വാക്യത്തിൽ, ആൻഡ് ആസ് വി ലീവ് വിത്ത് ക്രൈസ്റ്റ് our love grows more perfect and complete, and so we will not be ashamed and embraced at the day of judgment, but can face him with confidence and joy, because he loves us and we love him too. ഈ ദൈവസ്നേഹത്തെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ദൈവസ്നേഹത്തിൽ നമ്മൾ അടിസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ നമ്മളൊരു ഭയത്തിലായിരിക്കും എപ്പോഴും ജീവിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പം അതിന്റെ 3-ാമത്തെ അധ്യായം 17 എന്നുള്ള വാക്യങ്ങളിൽ 16 എന്നുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ തന്റെ മഹത്വത്തിന്റെ തലത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്. എഫേസ്യർ 2:4 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എഫേസ്യർ 4:2 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഈ മഹാസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ എത്ര പേരുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ വേരൂന്നിട്ടുണ്ടെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. 1 കൊരിന്ത്യർ 13 ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. 4 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മളെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളോട് ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യം നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതി സന്തോഷിക്കുക, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അപ്പൊ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒരു നാളും ഇല്ലാതായി പോകത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് വളരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദൈവസ്നേഹം നമ്മൾ കൂടുതൽ അറിയും തോറും ഭയത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. അവരെത്ര സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കും അപ്പന്റെ അമ്മയുടെയൊക്കെ മടി വന്നിരിക്കുന്നത്. നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോ ആ കൊച്ച് ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണേലും നമ്മളെ കാണുമ്പോഴെ 2 കൈ നീട്ടി എടുത്തോളാൻ പറയും. അതെങ്ങനായിരിക്കും എന്നുള്ള ചിന്ത അതിനില്ല. കാരണം ഈ അപ്പനും അമ്മയും തന്നെ സ്നേഹിക്കുന്നു എന്നറിയാവുന്നത് കൊണ്ട് അതായിരിക്കുന്ന അവസ്ഥയിലാണ് വരുന്നത്. കഴുകി വൃത്തിയാക്കി തുടന്നിട്ടല്ല വരുന്നത്. ആ ഈ പറഞ്ഞ അഴുക്കായിട്ട് തന്നെ വന്നിട്ട് നമ്മുടെ നേരെ കൈ നീട്ടും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ നിലയിലുള്ള ഒരു ആന്തരിക ബന്ധമുണ്ട്. നമ്മെ തന്നെ ശോധനയെ പലപ്പോഴും നമ്മൾ വൃത്തിയായിട്ടില്ല എന്നുള്ളൊരു ചിന്തയിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ നമ്മൾ ഭയപ്പെടുന്നവരാണ്. അപ്പൊ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒത്തിരി ബലഹീനതകളും കുറവുകളും പരാജയങ്ങളും ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ചിന്തിക്കുക, ദൈവം എന്നോട് എങ്ങനായിരിക്കും പ്രതികരിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ നാം ആയിരിക്കും വണ്ണം തന്നെയാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മളെ കണ്ടു, നമ്മെ സ്നേഹിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അത് പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് കരുണ തോന്നിയിട്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. എനിക്ക് നിന്നോട് കരുണ തോന്നി, ഞാൻ നിന്നെ എടുത്ത് കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വീഞ്ഞു എണ്ണയൊക്കെ പുരട്ടി നിന്നെ പൂറ്റി പുലർത്തി എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നത്. നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒത്തിരി അശുദ്ധിയുള്ളവരായിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ അടുക്ക വരുന്നത്.
നമുക്കറിയാം, ജനിച്ച ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് 1% പോലും പെർഫെക്റ്റ് അല്ല. അതിനെ എല്ലാം പഠിക്കാനും രൂപാന്തരപ്പെടാനും ഇരിക്കുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ കണ്ടു, നമ്മളെ സ്നേഹിച്ചു, നമ്മളോട് കരുണ തോന്നി, നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 1 Corinthians 1 പറയുന്നുണ്ട്. ജ്ഞാനിയായിട്ടോ വിവേകിയായിട്ടോ ഉന്നതനായിട്ടോ ഒന്നുമല്ല നമ്മളെ തെരഞ്ഞെടുത്തേ. നമ്മള് ഒന്നിനും കൊള്ളാത്തവരായിരിക്കുമ്പം തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുക. പവർ 5 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രൂശിലായിരുന്നപ്പം സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിക്കും നമ്മൾ വായിക്കുന്നുണ്ട്. ആ സന്തതി പെർഫെക്റ്റ് ആയിട്ടൊരു സന്തതിയല്ല. ഈ പറഞ്ഞ പാപികളായ സന്തതിയെ താൻ കണ്ട്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുക. അപ്പൊ ആ സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ നമ്മൾ വേരൂന്നി അടിസ്ഥാനപ്പെടണമെന്നാണ് എഫേസ്യർ 3:17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി, നീളം, ഉയരം, ആഴം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവൻ സ്നേഹത്തെ അറിവാനും, വീണ്ടും പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ദൈവസ്നേഹത്തെ നമ്മൾ അറിയും തോറുമാണ് ദൈവികമായ നിറവിലേക്ക് നമ്മൾ വരുന്നത്. ദൈവികമായ സന്തോഷം, സമാധാനം, സ്വസ്ഥത, ഇതൊക്കെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ അറിഞ്ഞിട്ടാ നമ്മൾ ഉളവാകേണ്ടത്. നാം നമ്മളിലേക്ക് തന്നെ നോക്കുമ്പം നമുക്ക് ദൈവഭാഗം നീക്കാനുള്ള യോഗ്യതയൊന്നുമില്ല നമ്മളിൽ തന്നെ. യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത്. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി, സ്നേഹം തോന്നി നമ്മളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 4-ാമത്തെ വാക്യത്തിൽ. എഫേസ്യർ 1:4 നമ്മൾ വായിക്കുന്ന, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയതുകൊണ്ടെന്നല്ല, ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ഒന്നും അല്ലാതിരിക്കുമ്പം തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് പുത്രനിൽ നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പൊ ആ സ്നേഹത്തിന്റെ ആഴം, വീതി, നീളം, ഉയരം നമ്മൾ ഗ്രഹിക്കുന്ന വഴിയാണ് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാൻ വരം നൽകണമെന്ന് അവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ സ്നേഹം നമ്മൾ അറിയും തോറും നമ്മൾ കൂടുതലൊരു സുരക്ഷിതത്വ ബോധത്തിലേക്ക് വരും. ആ സ്നേഹത്തിന്റെ ആഴം അറിയും തോറും നമ്മുടെ ഭയം പോകും, ഭീതി പോകും, നമ്മുടെ അരിഷ്ടതാവസ്ഥയിൽ നമ്മൾ രക്ഷപ്പെടും. ദൈവത്തിൽ നമ്മൾ ശരണപ്പെട്ടവരും സ്വൈര്യമുള്ളവരും ആശ്വാസമുള്ളവരുമായിട്ട് തീരും. ഈ ഒരു സ്നേഹം നമ്മൾ അറിയും തോറും നമ്മൾ ഈ ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഏത് സമയത്തും ഇവിടെ റോമറിൽ പറഞ്ഞിരിക്കുന്ന അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. 8:15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഏത് സമയത്തും അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ വീഴുമ്പോഴും പരാജയപ്പെടുമ്പോഴും പാപത്തിൽ വീഴുമ്പോഴും തെറ്റിപ്പോകുമ്പോഴും ഏത് സമയത്തും നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അവന്റെ കൃപാസനത്തിലോട് ചെല്ലാനുള്ള ആ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഈ സ്നേഹം നമ്മൾ തിരിച്ചറിയാത്തപ്പം നമ്മൾ എപ്പോഴും ഒരു ടെൻഷനിലായിരിക്കും. അസ്വസ്ഥത, അസമാധാനം, ഭയം, ഭീതി, നിരാശ, ഇതെല്ലാം ദൈവസ്നേഹത്തെ നമ്മൾ അറിയാത്തതിന്റെ അനന്തരഫലമായിട്ട് സംഭവിക്കും. നമുക്കറിയാം,
നമ്മുടെ കുഞ്ഞൊരു വലിയ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അവൻ ഓടി വരിക വീട്ടിലോട്ട്, അപ്പാ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, കരുണ കാണിക്കണം എന്ന് പറഞ്ഞ് വരുമ്പം നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? നമ്മൾ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിച്ചിട്ട് അതിന് പരിഹാരം വരുത്താനായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് വെക്കും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പറയല ഇങ്ങോട്ട് വരണ്ട, വന്ന വഴി പൊക്കോളാൻ പറഞ്ഞ് ഓടിച്ചു വിടത്തില്ല. നമ്മുടെ കുഞ്ഞാണെങ്കിൽ, നമുക്കുണ്ടായൊരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ സംരക്ഷിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ദൈവം എപ്പോഴും സാത്താനുമായുള്ള പോരാട്ടത്തിൽ നമ്മുടെ പക്ഷത്ത് നിന്ന് നമ്മളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തില്, എബ്രായർ 7:25 ഇവിടെ നമ്മളെങ്ങനെ വായിക്കുന്നത്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ. ഈ പക്ഷവാദം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പക്ഷം പിടിച്ചു വാദിക്കുക. നമ്മൾ എപ്പോഴൊക്കെ ഈ കൃപാസനത്തിലേക്ക് കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും ഓടിച്ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷം പിടിച്ചാ വാദിക്കുന്നത്. നമ്മുടെ വക്കീൽ അല്ലെ, നമ്മളൊരു കേസ് ഒരു വക്കീലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വക്കീൽ കോടതിയിൽ എപ്പോഴും നമുക്ക് വേണ്ടിയാ നമ്മുടെ പക്ഷം പിടിച്ചോണ്ടാ വാദിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടായിരിക്കും. എന്റെ ഉദ്ദേശം താഴെ പറയുന്നുണ്ട്, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അപ്പൊ നമ്മളൊരു വീഴ്ച പറ്റി പാപം ചെയ്തിട്ട് ചെല്ലുമ്പോൾ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അത് അംഗീകരിക്കും. പിതാവേ, ഇവൻ പാപം ചെയ്തിട്ടാ വരുന്നേ, ഞാൻ ഇവന്റെ എല്ലാ പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ക്രൂശിൽ മരിച്ചത്. അവൻ ചെയ്തു പോയതും ഇനി അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നതും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം ഇനി പാപം ചെയ്യാന്നുള്ളതല്ല, നമ്മുടെ ബലഹീനത കൊണ്ട്. അതാണ് നമ്മുടെ എബ്രായ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റോമർ 8 അതാ വായിച്ച്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാനാണ് ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചത്. അപ്പൊ നമ്മുടെ ഈ ജഡത്തിലെ ബലഹീനതകളോടുള്ള ബന്ധത്തിൽ അവനും പരീക്ഷിക്കപ്പെട്ട അവനും അറിയാതെ ഈ പരീക്ഷകളുടെ കടന്നുപോയി, നമുക്ക് മുമ്പേ കടന്നുപോയത് കൊണ്ട് തന്നെ ഈ ബലഹീനതകൾ കർത്താവിന് അറിയാം. നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബലഹീനരാണെന്ന് അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു കൺസെഷൻ കിട്ടത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം പറഞ്ഞ ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ലെന്നും പറഞ്ഞൊരു മനോഭാവത്തിലാണേല് ലൂക്കോസിൽ നമ്മൾ വായിക്കുന്ന അവൻ സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയും. പക്ഷെ അവൻ ദരിദ്രന്മാർക്ക് വാരി വിതറി കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ആത്മാവിൽ ദരിദ്രരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബലഹീനരാണെന്ന് പിതാവിന്റെ സന്നിധിയിൽ സമ്മതിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിതാവിന്റെ അടുക്കൽ മാത്രമല്ല, ആരോടുള്ള ബന്ധത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന അവരുടെ മുമ്പിൽ അംഗീകരിക്കാനുള്ള ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവനെപ്പോഴും അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ വായ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. അതുകൊണ്ടെന്ന് പറയുമ്പോൾ തൊട്ടുമൂടി പറയുന്നേ, അവൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴിയല്ലേ, പാപം കൂടാതെ സർവത്തിലും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുക. കരുണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കരുണ എന്തിനു വേണ്ടിയിട്ടാ? പാപക്ഷമയോടുള്ള ബന്ധത്തിലാണ് കരുണ കിടക്കുന്നത്. ഒരു വീഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കൃപാസനത്തിലേക്ക് ചെല്ലുന്നത്. പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാത്തിരിക്കുന്ന നമ്മുടെ മഹാപുരോഹിതൻ
കരുണയുള്ള ഒരു മഹാപുരോഹിതനാണ്. കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും. രണ്ടാമത് പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഓടിച്ചെല്ലുന്ന കർത്താവെ, ഞാൻ വീണുപോകാൻ സാധ്യതയുണ്ട്, എന്നെ സഹായിക്കണം. ഇവിടെ നമ്മൾ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുക. ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞവരാണെങ്കിൽ, നമ്മള് ഉന്നയനാനിൽ അത് വായിച്ചു, 18-ാമത്തെ വാക്യത്തിൽ 4:18, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ആ തികഞ്ഞ സ്നേഹം എന്ന് പറയുമ്പോൾ അർത്ഥം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞവരാണെങ്കിൽ, ഉറപ്പുള്ളവരാണെങ്കിൽ, നമ്മൾ ആ ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാകും. നമുക്ക് എപ്പോഴാണ് ഭയം വരുന്നത്? നമ്മൾ ജയിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഭയമൊന്നുമില്ല, നല്ല ധൈര്യമാണ്. പക്ഷെ എപ്പോഴാണ് നമുക്ക് ഭയം വരും? നമ്മൾ പരാജയപ്പെടുമ്പോഴാണ്. അപ്പൊ പരാജയപ്പെടുമ്പോഴും ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം നമ്മൾ ഉറപ്പിക്കണം. പത്രോസിനെ നമുക്കറിയാം, പരാജയപ്പെട്ടതിന് ശേഷം പത്രോസ് കർത്താവിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു മനോഭാവത്തിലായിരുന്നു. താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, അവർക്ക് പ്രത്യക്ഷനായതിനു ശേഷവും പത്രോസ് അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ട് മീൻ പിടിക്കാൻ പോയി. പക്ഷെ കർത്താവ് അവരെ തേടി ചെല്ലുന്നൊരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. തേടി ചെന്നിട്ടോ അവരെ അധ്വാനിച്ചു മടുത്തിരുന്നുകൊണ്ട് അവർക്ക് അപ്പവും മീനൊക്കെ ആയിട്ട് കാത്തിരിക്കുക കർത്താവ്. ആ തികഞ്ഞ സ്നേഹം, അല്ലെ മഹാസ്നേഹം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ആ സ്നേഹത്തിൽ എന്തുമാത്രം വിശ്വാസമുണ്ട്. യോഹന്നാൻ 6:37 കർത്താവ് പറഞ്ഞ്, എൻ്റെ അടുക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കാരണം എന്താ? കർത്താവിന് അത്രയും സ്നേഹം നമ്മോടുണ്ട്. ശത്രുക്കളായിരിക്കുമ്പം, പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമ്മളത് അവിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ആ സ്നേഹത്തെ നമ്മൾ സംശയിക്കുമ്പോൾ, അവിശ്വസിക്കുമ്പോൾ, അത് ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ സാധാരണ നാടൻ ഭാഷ പറയാറില്ലേ, ചങ്ക് പറിച്ച് കാണിച്ചാലും അല്ലെ വിശ്വസിക്കത്തില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ തന്റെ ക്രൂശിലെ മരണത്തിലൂടെ താൻ കാണിച്ചു തന്നതാണ്. പക്ഷെ എന്നിട്ടും നമുക്കൊരു സംശയം, ഇനി ഞാൻ ചെല്ലുമ്പം കർത്താവ് എന്നോട് എങ്ങനെ പ്രതികരിക്കും? ഞാൻ 2 മനോഭാവമുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഉള്ള കുസൃതരെല്ലാം ചെയ്യും, ഇഷ്ടം പോലെ തല്ലു മേടിക്കും, അപ്പനെ കാണുമ്പോൾ ഓടിച്ചെന്ന് അപ്പൻ്റെ മടി കയറിയിരിക്കും. ചിലരുണ്ട് അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നും കാണിക്കത്തില്ല, ഇടയ്ക്കൊരു തല്ല് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അപ്പൻ്റെ മുഖവെട്ടത്തിലൊന്നും പ്രത്യക്ഷപ്പെടത്തില്ല, ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ നടക്കും. നമ്മളിതിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാ? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ 1ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കണം നമ്മളെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ വീണ്ടും അപ്പനെ കാണുമ്പോഴേ ഓടിച്ചെല്ലുന്നത്. പക്ഷെ സാത്താൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയാനാണ്. കള്ളം വരുന്നതിന് ഉദ്ദേശം മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. എവിടുന്നാവും നമ്മളെ മോഷ്ടിക്കുന്നത്? ഈ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ നിന്ന്. അവൻ നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, അല്ല നിന്റെ തെറ്റുകളെയൊക്കെ ഗൗരവത്തിൽ കാണുന്നു. അത് ശരിയാ, ദൈവം പാപത്തെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം സംശയിക്കുന്നിടത്ത് നമ്മുടെ ധൈര്യം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ദൈവസ്നേഹത്തിൽ തികഞ്ഞവരാണെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാവത്തില്ല. നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും ആ കൃപാസനത്തോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാൻ പറ്റും. എത്ര വലിയ വീഴ്ചയ്ക്കും പരാജയത്തിന് ശേഷവും ആ ഒരു സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ആ സ്നേഹത്തെ അറിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതളവിൽ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുന്നോ ആ അളവിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പറച്ചിലുണ്ടല്ലോ, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ നമ്മളും ആയിത്തീരും. യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം കരുണയുള്ള ദൈവമാണ്.
അപ്പൊ നമ്മൾ ആ കരുണയെ അറിയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കരുണ കാണിക്കുന്നവരായിരിക്കും. നമ്മൾ കണക്ക് നോക്കത്തില്ല. സ്നേഹം ദോഷങ്ങളുടെ ഒരു ലിസ്റ്റ് സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ബന്ധത്തിൽ യഥാർത്ഥ ദൈവസ്നേഹത്തിൽ നമ്മൾ വളരുന്നവരാണെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന തെറ്റുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ ഉള്ളിൽ കാണത്തില്ല. അല്ലെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ലിസ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ടാകും. നമ്മുടെ റിയാക്ഷൻ എല്ലാം ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്നത്. അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നിടത്ത് ദൈവം അങ്ങനെ തന്നെ നമ്മളോട് റിയാക്ട് ചെയ്യും. അല്ലേ? ദൈവം നമ്മളോട് കരുണ കാണിച്ചപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? അത് തന്നെ, കരുണ തന്നെ. മത്തായിയിൽ ആ ഉപമയെ പറയുന്നുണ്ട്. ഒരു വലിയ സംഖ്യ കടപ്പെട്ടവൻ അവന് യജമാൻ ഇളച്ചു കൊടുത്തു. അവൻ പോകുന്ന വഴി ഒരു ചെറിയ എമൗണ്ട് കടപ്പെട്ടവനെ കണ്ടവന്റെ പൊങ്ങായിക്ക് പിടിച്ചു. അങ്ങനെ അവന് ഈ വാർത്ത അറിഞ്ഞ് അവനെ തിരിച്ചു വിളിപ്പിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് നിന്നോട് കരുണ തോന്നിയ പോലെ നിനക്ക് നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയും തോറും നമ്മളും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ആ സ്നേഹം കൊടുക്കുന്നവരായിരിക്കും. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കാതെ ക്ഷമിക്കുന്നിടത്ത് അത് നമ്മൾ ഗ്രഹിച്ചവരാണെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമ്മൾ കണക്ക് ചോദിക്കാതെ അല്ലെ കണക്കില്ലാണ്ട് ക്ഷമിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു അനുഭവത്തിലല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കർത്താവ് കൃപാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കൽ വരുന്നവരും അതേ കാര്യം ആസ്വദിക്കാൻ ഇടയായിത്തീരും. അപ്പൊ നമ്മളിൽ നിന്ന് അത് വരുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ കർത്താവിൽ നിന്ന് അത് പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്ഷമയോടുള്ള ബന്ധത്തിലോ കരുണ കാണിക്കുന്നതിലോ ദോഷം കണക്കിടാത്തതിലോ ഏത് കാര്യത്തിലാണേലും ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അറിയും തോറും നമുക്കറിയാം കർത്താവ് ഒരു ലിസ്റ്റ് സൂക്ഷിക്കാതെയാണ് എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം വീണിട്ട് പിന്നെയും ചെല്ലുമ്പോഴും കർത്താവ് എന്നോട് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ചോദിക്കത്തില്ല. അപ്പൊ അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും അവർ വരുമ്പോൾ നമ്മൾ അവരെ കാണുന്നത് എങ്ങനെയായിരിക്കും? ആദ്യമായിട്ട് ക്ഷമ ചോദിക്കാൻ വരുന്ന ഒരാളെ പോലെ ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ ആ ലിസ്റ്റില്ല. കർത്താവ് അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, രാവിലെ തോറും അവന്റെ ദയ പുതിയതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നലത്തേതൊന്നും അവൻ ഓർക്കുന്നില്ല. ഒരു പുതിയ ആളായിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ക്ഷമ ചോദിക്കാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കാൻ വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെ കാണുന്നത്. അവ ദൈവസ്നേഹത്തെ നമ്മൾ അറിയും തോറും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും നമ്മൾ അതുപോലെ ആയിത്തീരും. നമ്മളിവിടെ യോഹന്നാനിലെ 4:17 അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ വായിച്ചു, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ ലോകം കർത്താവിനെ കണ്ട പോലെ തന്നെയാണ് നമ്മളെയും കാണണ്ടേ. കർത്താവിൽ നിന്ന് അനുഭവിച്ചു തന്നെയാണ് നമ്മളിൽ നിന്ന് അനുഭവിക്കുന്നത്. ലോകം മാത്രമല്ല, എല്ലാവരും എല്ലാ സമയത്തും. ഈ ഒരു സ്നേഹം നമ്മൾ അറിയും തോറും നമുക്ക് ദൈവത്തോടുള്ള ഭയത്തിൽ നമ്മൾ സ്വതന്ത്രരാകും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് സമയത്തും ആ കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. ആ സ്നേഹം നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഒന്ന് ചെല്ലണേ തന്നെ എത്ര നേരം കഴിഞ്ഞാൽ ചെല്ലുക, നമ്മളെ തന്നെ ശോധന ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ദൈവത്തെ അറിയും തോറും അന്നേരം തന്നെ ചെല്ലും. എപ്പം വീഴുന്നോ അന്നേരം ചാടി എഴുന്നേറ്റിട്ട് ഓടിച്ചെന്ന് കർത്താവിനോട് പറയും, കർത്താവ് ഞാൻ വീണുപോയി, എന്നോട് കരുണ തോന്നണം. ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ അറിയും തോറുമാണ്. നമ്മൾ നീട്ടി വെക്കത്തില്ല, അപ്പോൾ തന്നെ ചെല്ലും. വീണു എഴുന്നേറ്റു അന്നേരം തന്നെ കർത്താവിൻ്റെ അടുക്ക് ചെല്ലുന്നു, കർത്താവ് ഞാൻ വീണുപോയി, വീഴരുന്ന എൻ്റെ ആഗ്രഹം, വീണുപോയി, എന്നോട് കരുണ തോന്നണം. ഇവിടെ കർത്താവ് എന്താ നമ്മളോട് പറയുന്നത്? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ അവനറിയാം നമ്മുടെ പ്രകൃതി. നമ്മുടെ സങ്കീർത്തനക്കാരൻ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ചുള്ള ചിന്ത നമ്മൾ എന്തോ വലിയ സംഭവമാണ്, നാം പൊടിയാന്ന് നമ്മൾ ഓർക്കാറില്ല. പക്ഷെ ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ നാം പൊടിയാണ്,
അല്ലെ ബലഹീനനാണെന്നുള്ള കാര്യം കർത്താവിനറിയാം. നമ്മളെ പോലൊരു ജഡത്തിൽ വന്ന് സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട് ഒരിക്കൽ പോലും പാപം ചെയ്യാതെ നമുക്കൊരു മാതൃക തന്നിട്ട് പോയ കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയും, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക. നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം ഈ ദൈവസ്നേഹത്തിന്റെ നീളവും വീതി ആഴവും ഉയരവും നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അറിഞ്ഞ ഒരാളിൽ ഒന്നുണ്ടാവത്തില്ല, ഒരു ഭയം ഉണ്ടാവത്തില്ല. കാരണം ഞാനൊരു മകനാണെന്നുള്ള ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, തുടർന്ന് 19-ാം വാക്യത്തിൽ, അവൻ ആദ്യം, യോഹന്നാൻ 4:19, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം സ്നേഹിക്കുന്നു. നമ്മളല്ല ആദ്യം സ്നേഹിച്ചേ, പിന്നാരാ? കർത്താവ് നമ്മളെ സ്നേഹിച്ചിട്ട് തിരഞ്ഞെടുത്തതാ. കർത്താവിന് തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഒരിക്കലും തെറ്റുപറ്റത്തില്ല. അവൻ തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുഗമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ അവൻ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ആദിയിലെ അന്ത്യം കണ്ട കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത് ഒരു അബദ്ധം പറ്റിയിട്ടല്ല, കർത്താവിന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ആദിയിലെ അന്തം കണ്ട കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. അത് നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സത്യമാണ്. നമ്മൾ കർത്താവിനെ തേടി ചെന്നതല്ല, കർത്താവ് നമ്മളെ തേടി വന്നതാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, തേടി വന്നു ദോഷിയാം എന്നെയും അതാ സത്യം. നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞിട്ട് കർത്താവ് നമ്മളെ ഇങ്ങോട്ട് തേടി വന്നതാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവിടെ നമുക്ക് വേണേ അവിശ്വാസത്താൽ പോകാൻ പറ്റും. ആ വിശ്വാസം എപ്പോഴും കർത്താവിന്റെ ഹൃദയത്തിന് ദുഃഖം വരുത്തുന്നതാണ്. ഇത്രയെല്ലാം നമുക്ക് വേണ്ടി ചെയ്തതിന് ശേഷവും നമ്മൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ അത് കർത്താവിന്റെ ഹൃദയത്തിന് വേദനയുള്ള ഒരു കാര്യം. നമ്മുടെ അവിശ്വാസമാണ് ഈ ഭയത്തിലേക്കും സംശയത്തിലേക്കും ആകുലതയിലേക്കും അസ്വസ്ഥതകളിലേക്കും ഒക്കെ നമ്മളെ നയിക്കുന്നത്. യഥാർത്ഥ ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുന്ന ഒരാള് സ്വസ്ഥനായിരിക്കും. നമ്മൾ പഴയ നിയമപ്രവചനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല. അവൻ എപ്പോഴും കർത്താവിന്റെ സന്നിധി തന്നെ കാണും. അവന്റെ ചിന്തകളിൽ അവൻ കർത്താവിനോട് വളരെ അടുത്തായിരിക്കും. അപ്പം കർത്താവിനെ ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. കാരണം നമ്മൾ ദൈവത്തെ ഭയപ്പെടണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയാം. പക്ഷെ ആ ഭയം എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള ഒന്നാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഭയമാണ്. അവിടെ ഈ ദൈവസ്നേഹത്തിൽ നമ്മൾ സാഗ്രതർ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഭയം ഞാൻ ദൈവത്തെ ദുഃഖിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെ ദൈവത്തെ മുറിപ്പെടുത്തുക എന്നുള്ളതല്ല, അല്ലാണ്ട് ദൈവം എന്നെ മുറിപ്പെടുത്തുക എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ ഭയം എന്താ? ദൈവം എന്നെ കൈവിടുകയോ, ഉപേക്ഷിക്കുകയോ, എന്നെ ശിക്ഷിക്കുകയോ, അല്ലെ? നമ്മൾ പലപ്പോഴും വീണതിന് ശേഷമുള്ള നമ്മുടെ ചിന്തയത്ര ആ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും ദൈവം നമ്മളെ ആ നിലയെ കാണുന്നില്ല. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ടത്, ഞാൻ ദൈവത്തെ മുറിപ്പെടുത്തുവോ, ദൈവത്തെ വേദനിപ്പിക്കുവോ, ഞാൻ നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകുമോ? റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, യഹൂദനെ നോക്കിയിട്ട് നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടും. അപ്പം ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഭയം എപ്പോഴും നമ്മളെ തന്നെ ശുദ്ധിയിൽ സൂക്ഷിക്കാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. കാരണം എൻ്റെ അശുദ്ധി ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്. എന്നെ ഇത്രത്തോളം സ്നേഹിച്ച ദൈവത്തെ എങ്ങനെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയും? അതാ എന്നെ ഭയപ്പെടുത്തുന്നത്. ഞാൻ ഭയപ്പെടുന്നത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. നമുക്ക് അങ്ങനത്തെ ഒരു ഭയമാണ് ഉള്ളത്. ഒരു പാട്ടിൽ ഇങ്ങനെ പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട്, എത്ര ദൂരം നിന്നെ വിട്ട് പോയി ഞാൻ, അത്ര നേരം കാത്തു നിന്ന് എന്നെ നീ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കാതെ ദൈവത്തെ വിട്ട് സ്വന്തം വഴികളിൽ നമ്മൾ ഒത്തിരിയേറെ ഓടിയോരാ. പക്ഷെ അന്നേരം എല്ലാം ദൈവം ഈ സ്നേഹത്തിൽ നമ്മളെ കാത്തു നിന്നു, മുടിയപുത്രന് വേണ്ടി കാത്തു നിന്ന പോലെ ഒരു ദിവസം എന്താണേലും ഇവൻ തിരികെ വരും. ആ തിരികെ വന്നപ്പം ഒരു കണക്കും ചോദിക്കാണ്ടാ സ്വീകരിച്ച്, ദൂരത്ത് നിന്ന് കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. അന്നേരം മുടിയമ്പുത്രൻ എവിടുന്നാ വരുന്നത്?
പന്നികളുടെ ഇടയിൽ നിന്നാണ്. നമുക്കറിയാം പന്നിയുടെ നാറ്റം എന്ന് പറഞ്ഞാൽ പന്നി വളർത്തുന്നവർക്ക് അറിയാം അസഹ്യമായ നാറ്റമാണ്. അതുങ്ങളുടെ കൂടെ കിടന്ന് ഗുസ്തി പിടിച്ച് നാറ്റം പിടിച്ച് വരുന്ന ആ മകനെ അകലെ നിന്ന് കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ പിതാവിന്റെ സ്നേഹം നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ സ്നേഹം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ ആഴം, നീളം, വീതി, ഉയരം അത് ഗ്രഹിക്കും തോറും ഒരു അമ്മയുടെ കൈക്കുള്ളില് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കാൻ നമുക്ക് കഴിയും. പേടിയില്ല, ഭയമില്ല, ഭീതിയില്ല, ആകുലതയില്ല. ആ അമ്മയുടെ കൈക്കുള്ളിൽ ആ കുഞ്ഞെപ്പോഴും ഒരു സുരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത്. ഒരിക്കലും അമ്മ തന്നെ ഉപദ്രവിക്കുകയില്ല, കൈവിടുകയില്ല, അമ്മ തന്നെ സ്നേഹിക്കുന്നു. ആ ഒരു ബോധ്യത്തിലാ കുഞ്ഞ്. നമുക്ക് പലപ്പോഴും അറിയാം, വല്ലാണ്ട് കരയുന്ന കുഞ്ഞുങ്ങള് അമ്മമാര് ചെന്നെടുക്കുമ്പോൾ പെട്ടെന്ന് സൈലന്റ് ആകുന്ന കാണാം. അപ്പനെടുത്താൽ പോലും പലപ്പോഴും അത്രയും സൈലന്റ് ആവത്തില്ല. പക്ഷെ അമ്മയുടെ കരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു സുരക്ഷിതത്വ ബോധം അതിന് വരുന്ന കാണാൻ കഴിയും. അസ്വസ്ഥമാകുന്ന കരച്ചിലൊക്കെ നിർത്തി അതിന്റെ മുഖത്തെ ഭീതി ആകുലതയൊക്കെ മാറി ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്ന കാണാൻ കഴിയും. കാരണം ആ അമ്മയുടെ സ്നേഹം ഈ കുഞ്ഞ് ഒത്തിരി അനുഭവിച്ചതാണ്. എന്ന് പറഞ്ഞതുപോലെ സഹോദരന്മാരെ, ഈ ദൈവസ്നേഹം നമ്മൾ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട്. അതാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ തികഞ്ഞ നമ്മൾ വായിക്കുന്ന നാമിനി നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന് പറഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നമുക്ക് ആ ഒരു ബോധ്യം ലഭിച്ചിട്ടുണ്ടോ? ഈ ദൈവസ്നേഹത്തിൽ വേരൂന്നിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അകത്ത് ഇങ്ങനെ ഒരു സാക്ഷ്യമുണ്ട്. നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് ആത്മാവ് താനും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആ ഉറപ്പ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത്, ദൈവാത്മാവിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ, റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, കുറച്ചു പേരുടെ പേര് പറഞ്ഞിട്ടിങ്ങനെ, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ഇന്നാരിന്നാരിന്നാരിന്നാർ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരിൽ തന്നെ എങ്ങനത്തെ ഒരു ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആ സാക്ഷ്യം കിട്ടിയ ഒരാള് അവരുടെ പ്രവൃത്തികളിൽ നമുക്ക് അവരെ തിരിച്ചറിയാനായിട്ട് കഴിയും. നമ്മൾ പാടാറില്ലേ, ശ്രേഷ്ഠം ഈ സ്വസ്ഥത ഉറപ്പും. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഉറച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പുള്ളവനായിരിക്കും. പരീക്ഷകളില്, പ്രതികൂലങ്ങളില്, നിന്ദകളില്, അനുകൂല സാഹചര്യവും പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ ഒരു വാസന അവനിൽ നിന്ന് പുറപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കും. സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ, പരാതിയില്ലാത്ത, ഉറപ്പില്ലാത്ത, എല്ലാം വിശ്വസിക്കുന്ന, എല്ലാം സഹിക്കുന്ന ഒരു വാസന പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ വാസന കാണുമ്പോൾ അറിയാം അവരുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ജീവന്റെ പുസ്തകത്തിൽ. കർത്താവ് പറഞ്ഞ് വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടറിയാം. അപ്പൊ ഈ ദൈവസ്നേഹത്തിൽ നമ്മൾ കൂടുതൽ അതിന്റെ ആഴത്തിലേക്ക് പോകും തോറും നമ്മൾ കൂടുതൽ സുരക്ഷിത ബോധമുള്ളവരായിരിക്കും. എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചൊരു ഇൻസെക്യൂരിറ്റിയിലാണ് ജീവിക്കുന്നത്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നമുക്കിത് കാണാം. ഭർത്താവ് ഒന്ന് കോപിച്ച ഉടനെ ഭാര്യയുടെ ആദ്യത്തെ ചിന്ത എന്താ? ഈ പുള്ളി എന്നെ വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല. ശരിയല്ലേ? നമ്മളെ തന്നെ വിധിച്ചു കഴിയും. ഭാര്യയിൽ നിന്ന് എതിരായ ഒരു പ്രതികരണം വരുമ്പം ഒരു ഭർത്താവിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്? ഒരു ഇൻസെക്യൂരിറ്റിയാ വരുന്നത്. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഒരു ഇൻസെക്യൂരിറ്റി, ഒരു അസമാധാനം, അസ്വസ്ഥത. അപ്പൊ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ശരിയായൊരു ബന്ധത്തിലാണ് നമുക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഒരു സുരക്ഷിതത്വ ബോധം എപ്പോഴും ഉണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഓർക്കാറുണ്ട്, ഈ സാറുമാരുടെ മക്കളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്നവർ. അപ്പം ഈ ഗുസ്തി പിടിക്കാനൊന്നും അവരുടെ അടുത്ത് പോകത്തില്ല, അവരോട് വഴക്കിനൊന്നും പോകത്തില്ല. കാരണം സാറിന്റെ മോനായതുകൊണ്ട് അവനോട് വഴക്കിന് ചെന്നാൽ
കാര്യം പെശകാന്നറിയാം. അതുകൊണ്ട് അവനോടുള്ള ബന്ധം നമ്മൾ ഇച്ചിരി അകന്ന് നിൽക്കും. അവന്റെ ഇഷ്ടമൊക്കെ സാധിച്ചു കൊടുക്കും. ഒരു തർക്കുത്തരവോ വഴക്കോ ഒന്നും ഉണ്ടാക്കാൻ പോകത്തില്ല. എന്താ അതിന്റെ കാരണം? സാറിന്റെ മകനെന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് അവർക്കും ഉണ്ട്. ആ ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് അവർക്കും അറിയാം, ഈ വലിയ തണ്ടും തടിയുള്ളത് സാറിന്റെ മോൻ തീരെ അശുവാണേലും തണ്ടും തടിയുള്ളവൻ വന്നാലും തന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണം ഞാൻ സാറിന്റെ മകനാ, എന്നെ തൊട്ടാ വിവരം അറിയുന്നുള്ള ഒരു ബോധ്യമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവമക്കളാണെന്നുള്ള ആ നിലയിലുള്ള ഒരു സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം, ഒരു ധൈര്യം നമുക്കുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു സഹോദരനുണ്ട്. പുള്ളി മിക്കവാറും ഏറ്റുപറയാനൊക്കെ ദൈവം പറയും, എനിക്ക് സാത്താൻ ഒരു പേടിയില്ല, നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കും. പുള്ളി വളരെ ഉറപ്പിച്ചാൽ എനിക്ക് സാത്താനെ ഒരു പേടിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ഭീതി നീങ്ങിപ്പോവും. അസ്വസ്ഥതയും അരിഷ്ടതാബോധവും ഒക്കെ നീങ്ങിയിട്ട് നമ്മൾ സ്വസ്ഥതയുള്ളവരും സമാധാനമുള്ളവരും ശാന്തരുമായിരിക്കും. നമ്മളുമായിട്ട് കണ്ടുമുട്ടുന്നവർക്ക് അത് അനുഭവിക്കാനായിട്ട് കഴിയും. പെട്ടെന്നുള്ള പ്രതികരണങ്ങളില്ല, തിരിച്ചടികളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, ഒന്നുമില്ല. ഒരു സ്വസ്ഥതയിലാണ് ജീവിക്കുന്നത് എപ്പോഴും. അപ്പൊ നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ അറിയാൻ സാത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ദൈവസ്നേഹത്തെ കുറിച്ച് സംശയിക്കാനാണ് സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. പാപം ചെയ്തു കഴിയുമ്പോൾ പറയും, ദൈവം നിന്നെ തള്ളി, ഇനി നിനക്ക് പ്രതീക്ഷിക്കൊന്നും വകയില്ല, ദൈവം നിന്റെ ശത്രുപക്ഷത്തായി. ആ ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ നമ്മൾ ആ ഒരു ബോധ്യം പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയവിധം ആഴമില്ലാത്തതായിരിക്കും, ഉപരിപ്ലവമായിരിക്കും. നമ്മൾ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പം നിരാശപ്പെടുന്നവരും പിറുപിറുക്കുന്നവരും പരാതി പറയുന്നവരും ഓടിപ്പോകുന്നവരൊക്കെ ആയിരിക്കും. 16-ാം വാക്യം, നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന ആത്മാവദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ദൈവം പിതാവായ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നമുക്കറിയാം. പഴയ നിയമ കാലഘട്ടത്തിൽ അവർക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളായിരുന്നു. അവരനുസരിക്കുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുത്രസമ്പത്ത്, കന്നുകാലി സമ്പത്ത്, ധാരാളം ധനം, ദീർഘായുസ്, ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളായിരുന്നു അവർക്ക് വാഗ്ദത്തം ചെയ്തത്. പക്ഷെ പുതിയത്തിലേക്ക് വരുമ്പോൾ നമുക്കെന്താ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹം? ആത്മീയ അനുഗ്രഹങ്ങളാണ്, നിത്യജീവൻ, പ്രാഥമികമായിട്ടുള്ളതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, യോഹന്നാനിന്റെ ഇതാകുന്നു അവൻ നമുക്കൊന്ന് വാഗ്ദത്തം, നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവിക സ്വഭാവമാണ്, ആത്മാവിന്റെ ഫലം, എപ്പോഴും സന്തോഷിക്കുന്ന, പിറുപിറുപ്പില്ലാത്ത, പരാതിയില്ലാത്ത, കുറ്റപ്പെടുത്തലില്ലാത്ത, സ്വസ്ഥതയുള്ളൊരു ജീവിതം. ഇവരായി നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങൾ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. ഒരു സ്വസ്ഥതയുള്ള ആന്തരിക സ്വസ്ഥത. കർത്താവ് തന്നെ പറഞ്ഞു, മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആത്മാവിലുള്ള ഒരു സ്വസ്ഥത, സമാധാനം, ഒരു ശബദാനുഭവം, അതാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ മക്കളെന്നുള്ള നിലയിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കാനുള്ള ഒരു വഴിയാണ് ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് മക്കളാണെങ്കിൽ 17-ാം വാക്യം 8-17, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ.
അപ്പൊ ഈ ഒരു തേജസ്സിലേക്ക് നമ്മൾ നടത്തപ്പെടുന്നത് കഷ്ടതയുടെ വഴിയിലൂടെയാണ്. യേശുവിനെ കുറിച്ച് നമ്മൾ എബ്രായലേഖനം 5-ാം അധ്യായം വായിക്കുന്നുണ്ടല്ലോ, 8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനെ. നിരന്തരമായി ജഡത്തിൽ ഒരു കഷ്ടം അനുഭവിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു. 1 പത്രോസ് 4 നമ്മൾ വായിക്കുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. നമ്മൾ പല വാക്യങ്ങളിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോമർ 5:3 നമ്മളത് ചിന്തിച്ചിരുന്നു. കഷ്ടസഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അപ്പോസ്തലൻ വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഈ ലോകം നമുക്ക് യോഗ്യമല്ല. പാപം കൊണ്ട് നിറഞ്ഞ ലോകത്ത് ഈ കഷ്ടതയുടെ വഴിയിലൂടെയാണ് കർത്താവ് തൻ്റെ മക്കളെ തികഞ്ഞവരാക്കി തീർക്കുന്നത്. കാരണം കർത്താവ് അങ്ങനെ തികഞ്ഞവനായി തീർന്നു. ഒന്ന് 2 കൊരിന്ത്യർ 4:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അപ്പൊ ഈ ഭൂമിയിലെ കഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് നൊടി നേരത്തേക്കുള്ളതെന്നാണ് നമ്മൾ വായിക്കുന്നത്. കാരണം നമ്മൾ നിത്യതയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നാം എണ്ണുന്നു. ഈ കഷ്ടങ്ങളുടെ വഴിയിലൂടെ, കഷ്ടതയുടെ വഴിയിലൂടെയാണ് ദൈവം തൻ്റെ മക്കളെ തികഞ്ഞവരാക്കി തീർക്കുന്നത്. ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ സാത്താൻ കർത്താവിനോട് പറഞ്ഞു, നീ അവന്റെ ദേഹത്തെ ഒന്ന് തൊട, അപ്പം കാണാം അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ അവനെ പീഡയിലൂടെ കടത്തിവിട്, രോഗത്തിന്റെ പീഡ കൊടുക്കും. ശരി, അനുവദിച്ചിരിക്കുന്നു പറഞ്ഞു, നീ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. പക്ഷെ ആ പീഡയിലൂടെ കടന്നു പോകുമ്പോഴും ഇയ്യോബ് എന്താ പറഞ്ഞേ? ദൈവത്തെ കുറ്റം ആരോപിച്ചില്ല നമ്മൾ വായിക്കും. എല്ലാറ്റിലും ദൈവം ഒരിക്കലും ദോഷം ചെയ്യാനെന്നൊരു ഏറ്റുപറച്ചിലാണ് നടത്തി. അവസാനം സാത്താനോട് പറഞ്ഞു, നീ എന്നെ വെറുതെ സമ്മതിപ്പിച്ചില്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ അറിയും തോറും ഈ കഷ്ടതയെ നമുക്ക് നൊടി നേരത്തേക്കുള്ള കഷ്ടതയായിട്ട് തോന്നും. ഈ കഷ്ടങ്ങളുടെ അപ്പുറത്താണ് തേജസ് ഉള്ളത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറയുന്നത്, അവൻ കഷ്ടം അനുഭവിച്ചതിന് ശേഷം ആ തേജസ്സിലേക്ക് എടുക്കപ്പെട്ടത്. ക്രിസ്തു തനിക്ക് വരേണ്ട കഷ്ടാനുഭവങ്ങളെയും പിൻവരുന്ന തേജസ്സിനെയും പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് എഴുതുമ്പോൾ പത്രോസ് 1-ാം അധ്യായം 11-ാം വാക്യമാണ്, അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ ആദ്യം കഷ്ടം, അതിന്റെ പിന്നാലെ മഹത്വം. നമ്മളും അതേ വഴിയിലൂടെയാണ് കർത്താവ് നമ്മളെ കടത്തിവിടുന്നത്. കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് നമ്മളെ തികഞ്ഞവരാക്കുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ട് തന്നെ അതാ 5:3 നമ്മൾ വായിച്ച റോമർ 5:3, കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മൾ കഷ്ടങ്ങൾ പ്രശംസിക്കാറുള്ളതാണ്. ഞെരുക്കങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, രോഗത്തിന്റെ പീഡകൾ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ കഷ്ടങ്ങൾ പ്രശംസിക്കാറുണ്ടോ? ഈ ദൈവസ്നേഹത്തിന്റെ ആഴം അറിഞ്ഞൊരു വ്യക്തി ഈ സാഹചര്യങ്ങളിലൊക്കെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഭക്തന്മാരിങ്ങനെ പാടിയത്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. ഈ യഥാർത്ഥ ആത്മീയ അനുഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടങ്ങൾക്ക് അപ്പുറത്താണ് എല്ലാ തേജസ്സും തന്നെ കാത്തിരിക്കുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കഷ്ടങ്ങളുടെ വഴിയിൽ ഒരു പ്രശംസയുടെ മനോഭാവത്തിലായിരിക്കും കടന്നു പോകുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമ്മളിതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ആഴത്തിൽ അറിയാനായിട്ട്. ആ അറിവാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും മറ്റുള്ളവർക്കൊരു വെല്ലുവിളിയായിട്ട് നമ്മളെ ഉയർത്തിപ്പിടിക്കുന്നതും ആ ദൈവസ്നേഹത്തിലുള്ള ഉറപ്പായിരിക്കും. നമുക്ക് ഈ
ആ ദൈവസ്നേഹം അറിയാനായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവിടെ നമ്മള് 1 യോഹന്നാൻ 4 വായിച്ച് അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാ. നമ്മൾ അവനെ തിരഞ്ഞെടുത്തതല്ല. ആ സ്നേഹത്തിൽ അവൻ നമ്മളെ മുൻനിയമിച്ചു. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ആ പദപ്രയോഗം മഹാസ്നേഹം, ഗ്രേറ്റ് ലവ്. അതിന്റെ ആഴം നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലൻ അത് അറിഞ്ഞു. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഈ ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തതിനു വേണ്ടി ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ സ്നേഹത്തിന്റെ ആഴം അറിയുന്ന ഒരാൾക്ക് തന്നെത്താൻ ത്യജിച്ച് മുന്നോട്ട് കുതിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം സാത്താൻ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഈ സ്നേഹത്തെ മറച്ചു വെക്കുകയാണ് ചെയ്തു, ദൈവസ്നേഹത്തെ. നമ്മളത് അറിയാനായിട്ട് ഇടയായിത്തീരണം. ആ അറിവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. അതുകൊണ്ട് സൗരസന്മാരെ നമുക്ക് ഈ ഒരു വാക്യത്തെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാം. റോമർ 8 അധ്യായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇന്ന് ചിന്തിച്ച 2-3 വാക്യങ്ങൾ 15, 16, 17 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നടത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇടയായി തീരട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് അവിടുത്തെ വലിയ സ്നേഹം അറിയുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ തക്കവണ്ണം ദാഹമുള്ളൊരു ജീവിതത്തിലേക്ക് അടിയങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ.